morning all. Happy New Year. ഞാൻ ഡോക്ടർ അഞ്ജു, വൈദ്യരത്നം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ. ഡോക്ടർ മേരിക്കുട്ടി, വൈദ്യരത്നം ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പൽ. ഡോക്ടർ നവനീത് കൃഷ്ണൻ, അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കായ ചികിത്സ, വൈദ്യരത്നം ആയുർവേദ കോളേജ്. ഡോക്ടർ നീലകണ്ഠൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കായ ചികിത്സ, വൈദ്യരത്നം ആയുർവേദ കോളേജ്. സോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിന്റെ പ്രധാനമായിട്ടുള്ളത് വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒരു അഷ്ടവൈദ്യ പാരമ്പര്യ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോളേജാണ്. ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 1976 ഒക്ടോബർ 2 ഇ.ടി. നീലകണ്ഠൻ മുസാറിന്റെ ഒരു ദീർഘവീക്ഷണത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഗോൾഡൻ ജൂബിലി ഇയറിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് നമ്മുടെ 50ാം കൊല്ലത്തിന്റെ നിറവിലാണ്. അപ്പൊ ഗോൾഡൻ ജൂബിലി ഇയർ സെലിബ്രേഷൻസിന്റെ എല്ലാം ഭാഗമായി നമ്മൾ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ വിവിധമായിട്ടുള്ള അക്കാദമികേതര പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കായ ചികിത്സ ഒരു നമ്മുടെ കോളേജിൽ UG ആൻഡ് PG കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ PG കോഴ്സസ് ആയിട്ടുള്ള കായ ചികിത്സ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈനായി നാഷണൽ സെമിനാർ ആണ് അതിന്റെ ആദ്യത്തെ പടിയായി നടക്കുന്നത്. അതിൽ ഓൺലൈൻ സെമിനാറുകളും അതിന്റെ പ്രസന്റേഷൻ കോമ്പറ്റീഷൻസ് എല്ലാം ഓൾറെഡി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡിസംബർ മാസത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഓഫ്ലൈൻ ആയിട്ടുള്ള നേരിട്ടുള്ള സെമിനാറുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് സമ്മാനം കിട്ടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും എല്ലാം നേരിട്ട് ജനുവരി 5-ാം തീയതി പേൾ റീജൻസിൽ വെച്ച് നടത്തുന്നതായിരിക്കും. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായി പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ നവനീത് കൃഷ്ണനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ദേശീയ തലത്തിലുള്ള ഒരു സെമിനാർ, നാഷണൽ സെമിനാർ വൈദ്യരത്നം ആയുർവേദ കോളേജ് ഓർഗനൈസ് ചെയ്യുന്നത്. വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കായ ചികിത്സ എന്ന് പറഞ്ഞാൽ ആയുർവേദിക് ജനറൽ മെഡിസിൻ ആണ്. ഈ ഒരു വിഭാഗമാണ് ഈ ഒരു ശില്പശാല അല്ലെങ്കിൽ സെമിനാർ ഇവിടെ പേൾ റീജൻസിൽ വെച്ച് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നാഷണൽ ലെവലിലൊരു പ്രബന്ധ അവതരണ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 17ഓളം സ്റ്റേറ്റുകളിൽ നിന്ന് ഈ ഗവേഷണ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ന് ആയുർവേദത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന പലരുടെയും ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്നത് ഇത് എവിഡൻസ് ബേസ്ഡ് അല്ല എന്നുള്ള രീതിയിലുള്ളതാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം ഒരു സെമിനാറുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇന്ത്യയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിൽ നടക്കുന്ന എല്ലാ വർക്കുകളും, ഗവേഷണങ്ങളെയും ക്രോഡീകരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓൺലൈനിൽ ഇത്തരത്തിലുള്ള പ്രബന്ധ അവതരണ മത്സരം ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ട് 17ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ വന്നു. ഏകദേശം 400ഓളം ഗവേഷണ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു. അതിൽ ഞങ്ങൾ അതിനെ ഒരു പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിങ് പാനൽ വെച്ചുകൊണ്ട് സ്ക്രീൻ ചെയ്തിട്ട് 3 പേരെ, അതിൽ ഏറ്റവും നല്ല ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള 3 പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു ആദരവ്, അവർക്ക് ഒരു ക്യാഷ് പ്രൈസ് 20,000, അതുപോലെ തന്നെ 15,000, 10,000 ഇങ്ങനെ ക്യാഷ് പ്രൈസ് അത് വൈദ്യരത്നം ഔഷധശാല സ്പോൺസർ ചെയ്യുന്നതാണ്. ഇത് അന്ന് ആ നാഷണൽ സെമിനാറിന്റെ ഉദ്ഘാടന യോഗത്തിൽ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് ഈ 5-ാം തീയതി പേൾ റീജൻസിയിൽ വെച്ചിട്ട് ഇത് എങ്ങനെയൊക്കെ കൂടുതൽ ആയുർവേദത്തിനെ കൂടുതൽ തെളിവധിഷ്ഠിത ശാസ്ത്രമാക്കിയിട്ട് മാറ്റാം എന്നുള്ളത് എന്ന വിഷയത്തിൽ ചർച്ചയാണ് അന്ന് സംഘടിപ്പിക്കുന്നത്. വിവിധ പല കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, ഗവേഷകർ വന്നിട്ട് അവിടെ അവരുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് ഗവേഷക വിദ്യാർത്ഥികൾ, ആയുർവേദ വിദ്യാർത്ഥികൾ, ആയുർവേദത്തിൽ PG ചെയ്യുന്ന വിദ്യാർത്ഥികൾ, PhD ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു യോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സെൻട്രൽ ആയുഷ് മിനിസ്ട്രിയിലെ ആയുഷ് അഡ്വൈസർ ആയിട്ടുള്ള ഡോക്ടർ രഘു അറക്കലാണ്. അദ്ദേഹം മലയാളി കൂടിയാണ്, ഞങ്ങളുടെ കോളേജിന്റെ അലുമിനി കൂടിയാണ്. അപ്പോൾ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ ഏറ്റവും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേ യോഗത്തിൽ തന്നെ ഞങ്ങളുടെ വൈദ്യരത്നം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ E.T. നീലകണ്ഠൻ മുസാർ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 ഏറ്റവും നല്ല പ്രബന്ധങ്ങൾക്കുള്ള അവാർഡ്
ക്യാഷ് അവാർഡ് അവിടെ വെച്ച് നൽകുന്നുണ്ട്. അതിനൊപ്പം 5 സെഷനുകൾ, 5 സയന്റിഫിക് സെഷനുകൾ ഇതിനൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന ഉദ്ദേശം, ഇന്ന് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചൈനീസ് മെഡിസിൻ ഒക്കെ ഒരുപാട് ഡെവലപ്ഡ് ആണ്, മോഡേൺ മെഡിസിൻ പോലെ തന്നെ ഡെവലപ്ഡ് ആണ്. ആ തരത്തിൽ ഭാരതീയ ശാസ്ത്രങ്ങൾ മാറി വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ എവിഡൻസ് ആവശ്യമുണ്ട്. എവിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് മറ്റ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി പോലെയുള്ള മറ്റ് ശാസ്ത്രങ്ങളായി ആയുർവേദത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഗവേഷണങ്ങൾ നടത്തേണ്ട അവസ്ഥയാണ്. അപ്പൊ അത്തരം ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തരം മേഖലകളിൽ നിന്ന് ഒക്കെ തന്നെ നമുക്ക് ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള പാനൽ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. ഇത് ഞങ്ങൾ IIT കോട്ടയവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ആയുഷ് വിഭാഗം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചികിത്സ ഇത്തരത്തിലുള്ള ഒരു നാഷണൽ സെമിനാർ 5-ാം തീയതി പേൾ റീജൻസിയിൽ വെച്ചിട്ട് രാവിലെ 9 മണിക്കാണ് ഉദ്ഘാടനം. ഏകദേശം 5 മണി വരെയുണ്ട് ഇതിന്റെ മറ്റ് സയന്റിഫിക് സെഷൻസും ഒക്കെ നീണ്ടു നിൽക്കും. ഇതാണ് ഇതിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപം. അതായത് ഏകദേശം 200ഓളം ആളുകളാണ് നമുക്ക് ഇതിൽ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം അതിൽ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് ഒരു 30%, 30% പേര് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ്. Thank you all.